നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഏതാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ടെൻസുകളെ കുറിച്ചാണ് അല്ലേ? ടെൻസുകളിൽ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ പഠിച്ചത്. പ്രസന്റ് ടെൻസിൽ തന്നെ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ് എന്നിവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പഠിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ഇനി തുടർന്ന് പഠിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് അല്പം കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അത് നമുക്കറിയാം, ഓരോ ടെൻസ് രൂപീകരിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, എന്തൊക്കെ ഒരു ക്രമത്തിൽ ഒരു ചിട്ടയായിട്ട് എഴുതിയാലേ നമുക്ക് ആകുള്ളൂ അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? ആദ്യം സബ്ജക്റ്റ് എഴുതണം. സബ്ജക്റ്റ് ഒക്കെ എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെഴുതണം? ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഇതിലേതെങ്കിലും ഒന്ന് എഴുതണം. പിന്നെ എന്തെഴുതണം? വെർബിന്റെ മൂന്നാമത്തെ രൂപം. നമ്മൾ വെർബിന് എത്ര രൂപം ഉണ്ടെന്ന് പഠിച്ചായിരുന്നു? വെർബ് 1, വെർബ് 2, വെർബ് 3. അതിൽ നമുക്ക് ഈ പ്രസന്റ് പെർഫെക്റ്റിൽ ഏത് രൂപം എഴുതണ്ടേ? വെർബ് 1 ആണോ? അല്ല. വെർബ് 2 ആണോ? അല്ല. വെർബ് 3. പ്രസന്റ് പെർഫെക്റ്റിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വെർബിന്റെ എഴുതേണ്ടത് അല്ലെ, അല്ലെങ്കിൽ വെർബ് 3 ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇനി ഏതൊക്കെ സന്ദർഭത്തിലാണ് നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റിൽ ഓരോ കാര്യങ്ങൾ എഴുതേണ്ടതെന്ന് നോക്കാം. പോയിട്ടുണ്ട്, എന്താ? ഞാൻ ആഗ്രയ്ക്ക് പോയിട്ടുണ്ട്, ഞാൻ കാശ്മീരിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പോയി കഴിഞ്ഞു, ഞാൻ ഇപ്പോൾ മദ്രാസിന് പോയി കഴിഞ്ഞു എന്ന് പറയില്ലേ? അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സമയത്ത് തീർന്നു പോയി. അതിന് ഇപ്പൊ പറയുന്ന സമയത്ത് ഇല്ല, അതിന് ശേഷവും ഇല്ല. ഇപ്പൊ പറയുന്ന സമയത്ത് ജസ്റ്റ് കഴിഞ്ഞു പോയേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ എന്നോ പോയിട്ടുണ്ട്, നമുക്ക് സമയം അറിഞ്ഞുകൂടാ അല്ലേ? അപ്പോൾ ഞാൻ കാശ്മീരിൽ പോയിട്ടുണ്ട്, എന്നാണ് മറന്നുപോയി, സമയമില്ല. അപ്പോൾ കഴിഞ്ഞു പോയതാണ്. പക്ഷെ എന്നാണെന്ന് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഏത് ടെൻസിൽ പറയണം? പ്രസന്റ് പെർഫെക്റ്റിൽ. അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ കഴിഞ്ഞങ്ങ് പോയുള്ളെങ്കിലും പ്രസന്റ് പെർഫെക്റ്റിൽ പറയാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രസന്റ് പെർഫെക്റ്റിൽ കൃത്യമായ കഴിഞ്ഞു പോയ സമയത്ത് കൃത്യമായ സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടെൻസിൽ പറയില്ല. അത് ഇനി വരാൻ പോകുന്ന സിമ്പിൾ പാസ്റ്റിലാണ് പറയുന്നത്. നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ അത് പോയിട്ടുണ്ട്, പോയി കഴിഞ്ഞ് എന്തിങ്ങനെ കഴിഞ്ഞു പോയ സമയത്ത് നടന്നതും കൃത്യസമയം അറിഞ്ഞുകൂടാത്തതുമായ കാര്യങ്ങൾ, അതിന് ഊന്നൽ കൊടുക്കണം. ആയ കാര്യങ്ങളാണ് നമ്മൾ ഏത് ടെൻസിൽ പറയേണ്ടത്? പ്രസന്റ് പെർഫെക്റ്റ്. നമുക്ക് ഉദാഹരണം എഴുതി നോക്കാം. ഞാനിവിടെ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ഞാൻ ഡൽഹിക്ക് പോയിട്ടുണ്ട്. എന്നാ പോയേ? മറന്നുപോയി, സമയം കൃത്യം അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ ഡൽഹിക്ക് പോയിട്ടുണ്ട്. ഏതെഴുതണം? ആദ്യം സബ്ജക്റ്റ്. ആരാണ് ഡൽഹിക്ക് പോയത്? ഞാൻ, ഐ. പിന്നെ ഹാസ് അല്ലേ ഹാവ്. ഐ കഴിഞ്ഞ് ഹാവ് എന്നാ പറയുന്നത്. ഐ ഹാസ് എന്ന് പറയുമല്ലോ. ഐ ഹാവ്, ഐ ഹാവ്. പിന്നെ വെർബിന്റെ മൂന്നാമത്തെ രൂപം. ഇവിടെ എന്താണ് വെർബ്? പോവുക എന്നുള്ളത് അല്ലെ? ഗോ, വെന്റ്, ഗോൺ. അതാണ് 3 രൂപം. ഈ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം 3 രൂപം ഉണ്ടെന്ന് അറിയാലോ. അതിൽ ഗോ എന്നാണ് പോകുന്നു എന്നുള്ളത്, പോയി എന്ന് പറഞ്ഞാൽ വെന്റ്. ഇനി വെർബിന്റെ മൂന്നാമത്തെ രൂപം ആണ് എപ്പോഴും പ്രസന്റ് പെർഫെക്റ്റിൽ എഴുതേണ്ടത്. അപ്പോൾ ഐ ഹാവ് ഗോൺ. നിങ്ങൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വെർബിന്റെ 3 രൂപങ്ങൾ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഈ ഗോയുടെ 3 രൂപ ഏതാണ്? ഗോ, വെന്റ്, ഗോൺ. നമ്മൾ എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾ കൂടുതൽ പഠിച്ചോളൂ. അപ്പോൾ ഐ ഹാവ് ഗോൺ ടു, ഇവിടെ എങ്ങോട്ടാ പോയിട്ടുള്ളത്? ഡൽഹി. സബ്ജക്റ്റ് ഹാവ് അല്ലേ, ഹാസ്, വെർബ് 3, ഒബ്ജക്റ്റ്. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് രൂപം. ഇനി ഞാൻ ഡൽഹിക്ക് പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഡൽഹിക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നമുക്ക് നോക്കാം. വി, അതും ഹാവ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഗോൺ, ഈ വെർബ് 3ക്ക് ഒരിക്കലും മാറ്റം വരില്ല. ഈ ഹാവിന് ഹാസിനോ മാറ്റം വരുള്ളൂ. അപ്പോൾ ഐ വരുമ്പോഴും ഹാവ് ഗോൺ ടു ഡൽഹി, വി ഹാവ് ഗോൺ ടു ഡൽഹി. ഇനി സെക്കൻഡ് പേഴ്സൺ ഏതാണ്? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത് യു. യു കഴിഞ്ഞ് ഹാസ് പറയോ? ഇല്ല. യു ഹാവ് ഗോൺ ടു ഡൽഹി. കേട്ടോ, എന്ത് എളുപ്പമായിരുന്നു ഇംഗ്ലീഷിൽ എഴുതാൻ. ഒരു മലയാളം കണ്ടാൽ എങ്ങനെ അറിഞ്ഞിരിക്കണം? ഈ
ഇത് അറിഞ്ഞിരിക്കണം. പിന്നെ ഇപ്പോൾ ഈ ഡൽഹിക്ക് പോയിട്ടുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. പോയിട്ടുണ്ട്, കഴിഞ്ഞു പോയതാ. അതിനകത്ത് സമയം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഏത് ടെൻസാണ്? അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ്. അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ അതിന്റെ രൂപം എന്താണ്? സബ്ജക്റ്റ് എഴുതണം, ഹാസ് അല്ലെ ഹാവ് എഴുതണം, വെർബ് 3 എഴുതണം എന്നറിയാം അല്ലേ? അതൊന്ന് ഇത് കണക്കിന്റെ സൂത്രവാക്യം പോലെ. അപ്പോൾ യു ഹാവ് ഗോൺ ടു ഡൽഹി. ഇനിയാണ് നമ്മളെ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച വില്ലൻ കയറി വരുന്നത്. ഏതാണ്? തേർഡ് പേഴ്സൺ സിംഗുലർ. ആരൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്. ഹി, ഷീ, ഇറ്റ്. അവൻ ഡൽഹിക്ക് പോയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? ഹി ഹാവ് എന്ന് പറയുമോ? ഇല്ല. ഹി ഷീറ്റ് വരുമ്പോൾ മാത്രം ഏത് പറയണം? മൂന്നിനും കൂടെ ഒരുമിച്ചാണ് എഴുതുന്നത്. ഹി ഹാസ് ഗോൺ ടു ഡൽഹി. അവൻ ഡൽഹിക്ക് പോയിട്ടുണ്ട്. ഇനി ഷീ ആണെങ്കിലും ഹാസ് ഗോൺ ടു ഡൽഹി. ഇറ്റ് ആണെങ്കിലും ഡൽഹിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സാധാരണ ജീവനില്ലാത്ത ഡൽഹിക്ക് പോയിട്ടുണ്ട് അങ്ങനെ പറയാറില്ല. എങ്കിലും ഇറ്റ് വരുമ്പോൾ ഹാസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഹാസ് ഗോൺ ടു ഡൽഹി. കണ്ടോ? ഐ, വി, യു വരുമ്പോൾ ഹാവും, തേർഡ് പേഴ്സൺ സിംഗുലർ. കണ്ടോ? എല്ലാ ടെൻസിലും തന്നെ തേർഡ് പേഴ്സൺ സിംഗുലർ വരുമ്പോൾ മാറ്റം. ഹി ഷീറ്റ് വരുമ്പോൾ ഏത് വേണം? ഹാസ്. ബാക്കിയൊക്കെ അതുപോലെ. ഇനിയോ പ്ലൂറൽ. തേർഡ് പേഴ്സൺ പ്ലൂറൽ ഏതാണ്? ദേ വരുമ്പോൾ ഏത് വേണം? ഹാസ് അല്ല ഹാവ്. ഗോൺ ടു ഡൽഹി. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റിന്റെ രൂപം. സബ്ജക്റ്റ് ഹാവ് അല്ലെ ഹാസ്, വെർബ് 3 ഒബ്ജക്റ്റ്. ഈ ഹി ഷീറ്റ് വരുമ്പോൾ മാത്രം ഹാസ് വരും അല്ലേ? അത് ഓർത്തിരുന്നാൽ മതി. നമുക്ക് ഇനി കുറച്ച് സെന്റൻസുകൾ എഴുതി നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് നമുക്ക് മലയാളത്തിൽ എഴുതുന്ന സെന്റൻസ് ഇംഗ്ലീഷിലേക്കാക്കി നോക്കാം. ബാലൻ നോവൽ എഴുതിയിട്ടുണ്ട്. ഉണ്ടോ? ബാലൻ നോവൽ എഴുതിയിട്ടുണ്ട്. ബാലൻ എന്നാ നോവൽ എഴുതിയെന്ന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞു പോയതാ. നേരത്തെ എഴുതി. ഇപ്പൊ എഴുതുമല്ല, ഇനി വരാൻ പോകുന്നതല്ല. എഴുതിയിട്ടുണ്ട്, കഴിഞ്ഞു പോയതാ. പക്ഷെ എന്നാ എഴുതിയ? 2010 2015 അല്ലെങ്കിൽ ഇന്നലെയാണോ? ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ബാലൻ നോവൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് പറയേണ്ടതെന്ന് ഓർക്കണം. അപ്പോൾ ഏത് ടെൻസ്? ആദ്യം സബ്ജക്റ്റ്. ഏതാ സബ്ജക്റ്റ്? ബാലൻ. പിന്നെയോ ഹാസ് അല്ലെ ഹാവ്. ഇവിടെ ബാലൻ എന്ന് പറയുമ്പോൾ ഏതാണ്? തേർഡ് പേഴ്സൺ സിംഗുലർ. ഹി, അവൻ എന്നുള്ളതിന് പകരം അവൻ പ്രോനൗൺ ആണ്. അപ്പം ബാലൻ എന്നുള്ളതാണ് സബ്ജക്റ്റ് അല്ലെ? ബാലൻ. അതിന് ഹി എന്നും പറയാം, അവൻ എന്ന് പറയാലോ. അപ്പോൾ ബാലൻ ഹാസ്. പിന്നെയോ ബാലൻ ഹാസ് ചെയ്ത പ്രവൃത്തിയാണ് ഇനി അടുത്ത വെർബ് അല്ലെ? വെർബ് 3 എന്നാണ് എഴുതുക എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളതിന്റെ 3 രൂപം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. റൈറ്റ്, റോട്ട്, റിട്ടൺ. റൈറ്റ് എന്ന് വെച്ചാൽ എഴുതുന്നു, റോട്ട് എഴുതി, റിട്ടൺ എന്താണ്? എഴുതിയിട്ടുണ്ട്. അപ്പം ഇവിടെ മൂന്നാമത്തെ രൂപം വേണം നമ്മൾ എഴുതാൻ. അതാണ് റൈറ്റ്, റോട്ട്, റിട്ടൺ. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് റിട്ടൺ ആണ്. നമ്മൾ ഇതെന്നാലും ഓരോ ദിവസവും ഒരു 3-4 വാക്ക് വെച്ചെങ്കിലും പഠിച്ചു വെച്ചാൽ നമുക്കിത് വെർബ് 1, വെർബ് 2, വെർബ് 3 പഠിക്കാൻ പറ്റും. നമ്മൾ ഈ എക്സാമ്പിൾ എഴുതുമ്പോൾ തന്നെ ഉണ്ട് കുറേ വാക്കുകൾ. റിട്ടൺ. ബാലൻ ഹാസ് റിട്ടൺ. ഇനി എന്താണ് എഴുതിയിട്ടുള്ളത്? അതാണ് ഒബ്ജക്റ്റ് അല്ലേ? ഒബ്ജക്റ്റ്. അപ്പം എ നോവൽ. ബാലൻ ഹാസ് റിട്ടൺ എ നോവൽ. അപ്പം മലയാളത്തിൽ ഇംഗ്ലീഷിലേക്ക് ഈസി ആയിട്ട് നമ്മൾ പഠിച്ചില്ലേ? ഇംഗ്ലീഷ് ടെൻസ് അറിഞ്ഞുകൂടാതെ ഇരുന്ന് നമ്മൾ ചെറിയൊരു സെന്റൻസ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് എഴുതാൻ പഠിച്ചു കഴിഞ്ഞു. ഇതുപോലെ സിമ്പിൾ പ്രസന്റിലെ ഒരു സെന്റൻസ് എഴുതാനും ബാലൻ ഒരു നോവൽ എഴുതുന്നു എന്ന് പറഞ്ഞാൽ ഏത് ടെൻസ് വരും? എഴുതുന്നു, വരുന്നു, പോകുന്നു. മറന്നുപോയോ? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ബാലൻ നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിച്ചത് ഏതാണ്? ബാലൻ ഈസ് റൈറ്റിംഗ് എ നോവൽ. കണ്ടോ? പ്രസന്റ് കണ്ടിന്യൂസ് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബാലൻ എഴുതിയിട്ടുണ്ടെന്ന്. ബാലൻ ഹാസ് റിട്ടൺ എ നോവൽ. കണ്ടോ? ഓരോ സന്ദർഭം അനുസരിച്ച് നമുക്ക് ആ ടെൻസുകൾ മാറ്റി എഴുതാം. അപ്പൊ ഇത് പഠിച്ചാൽ മതി, നമുക്ക് എളുപ്പമുണ്ട്. അപ്പൊ ബാലൻ ഹാസ് റിട്ടൺ എ നോവൽ. ഇനി വേറെ ഒരെണ്ണം നമുക്ക് എഴുതി നോക്കാം. മീന
ഗാനം ആലപിച്ചിട്ടുണ്ട്, ആലപിച്ച് കഴിഞ്ഞു എന്നാകാം. മീന ഗാനം ആലപിച്ച് കഴിഞ്ഞു, ഇപ്പം പാടിയും കഴിഞ്ഞേ ഉള്ളൂ. അത് നമ്മളെങ്ങനെ പറയണം? മീന സബ്ജക്റ്റ് ആദ്യം എഴുതണം അല്ലേ? മീന. പിന്നെയോ ഹാസ് അല്ലേ ഹാവ്. ഏതാ വേണ്ട? മീന എന്ന് പറയുമ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ, ഷീക്ക് പേരോ അല്ലേ? ഷീ അവൾ എന്നല്ലേ? അവൾ. അപ്പൊ മീന ഹാസ് സിങ്, സാങ്, സങ് 3 രൂപം അല്ലേ? സങ് എ സോങ്. അല്ലോ, സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ്, വെർബ് 3, ഒബ്ജക്റ്റ്. അപ്പോൾ ഇതാണ് 3 രൂപം. ഏതിൻ്റെ? സിങ്ങിൻ്റെ. സിങ്, സാങ്, സങ്. ഇവിടെ ഏത് വേണം? വെർബ് 3 വേണം അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ്, വെർബ് 3, ഒബ്ജക്റ്റ്. എന്താ പാടിയത്? സോങ്. അപ്പോൾ ഹാസ് സങ് എ സോങ്. കേട്ടോ, മീന ഗാനം ആലപിച്ച് കഴിഞ്ഞു, ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഇനി ഇതുപോലെയാണ്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റില് സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ്, വെർബ് 3, ഒബ്ജക്റ്റ്. ഇനി നമ്മൾ ഈ 3 ടെൻസ് നമ്മൾ പഠിച്ചത് ഏതാണ്? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്. നമ്മൾ ഈ 2-3 ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിച്ചത്. നമുക്ക് ഇതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം. നിങ്ങൾ മറന്നുപോയോ എന്ന് നോക്കാം. ഒരു 3-4 സെന്റൻസുകൾ ഞാൻ എഴുതിയില്ല, എന്നിട്ട് അത് ഏത് ടെൻസാണ് നിങ്ങൾ ഒറ്റനോട് നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അനിൽ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അനിൽ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഇത് ഏത് ടെൻസാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അനിൽ സബ്ജക്റ്റ് അല്ലേ? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഉണ്ട് ഇവിടെ. ഈസ്, ആം, ആർ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അതെ. ഈ സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് ഉണ്ടോ? റൈറ്റ്, ഇവിടെ ING ഉണ്ട്. റൈറ്റ് എന്നുള്ള വെർബിന്റെ കൂടെ ING. അപ്പൊ വെർബിന്റെ ഒന്നാമത്തെ രൂപം കൂടെ എന്തുണ്ട്? ING ഉണ്ട്. പിന്നെ ലെറ്റർ ഉണ്ട് പ്ലസ്. ഇങ്ങനെ എഴുതി നോക്കണം. ഇതുണ്ടോ? സബ്ജക്റ്റ് ഈസ്, ആം, ആർ ഏതെങ്കിലും ഒന്ന്, വെർബ് 1, ING, ഒബ്ജക്റ്റ്. ഇത് നമ്മൾ ഏതാണ്? പ്രസന്റ് കണ്ടിന്യൂസ്. ഓർക്കുന്നില്ലേ ഈ സൂത്രവാക്യം? അപ്പൊ ഇത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് എളുപ്പമൊക്കെയാവും? പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, റിപ്പോർട്ടർ സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ്, ഇങ്ങനെ ഏത് നെഗറ്റീവ് പോസിറ്റീവ് നിങ്ങളൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യും. എന്ത് മനസ്സിലാക്കിയാൽ? ഇങ്ങനെ ഒരു സെന്റൻസ് കണ്ടാൽ ഏത് ടെൻസിൽ പെട്ടതാണ് എന്നറിഞ്ഞാൽ. ഇപ്പം മനസ്സിലാവും എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്. ഞാനിവിടെ സെന്റൻസ് എഴുതി അതിങ്ങനെ നോക്കണം. സബ്ജക്റ്റ് ഈസ് ഇങ്ങനെ എഴുതിയൊന്നും വേണ്ട, നിങ്ങൾ മനക്കണക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. സബ്ജക്റ്റ് ഉണ്ട്, ഈസ്, ആർ ഏതെങ്കിലും ഉണ്ട്, വെർബിന്റെ കൂടെ ING ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഏതാണ്? പ്രസന്റ് കണ്ടിന്യൂസ്. അങ്ങനെ പഠിച്ചോണം. ഇനി വേറെ ഒരെണ്ണം. ബിജു has drawn a picture. ബിജു സബ്ജക്റ്റ്, ഹാസ് ഓർ ഹാവ് ഉണ്ട്, വെർബ് 3 ഡ്രോ, ഡ്രൂ, ഡ്രോൺ എ പിക്ചർ. ബിജു ഒരു പടം വരച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ്? നമ്മൾ ഇന്ന് പഠിച്ചതാ അല്ലേ? സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ്, വെർബ് 3, ഒബ്ജക്റ്റ്. ആണോ? സബ്ജക്റ്റ് ഹാസ്, വെർബ് 3 പ്ലസ് ഒബ്ജക്റ്റ്. ഇങ്ങനെ വന്നതുകൊണ്ട് ഇത് ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇങ്ങനെ കണ്ടുപിടിക്കണം. വേറൊന്ന്. ഷീല റൈറ്റ്സ് എ ഷീല റൈറ്റ്സ് എ ലെറ്റർ. ഇത് ഏതാണ്? ഓർക്കുന്നുണ്ടോ? ഷീല സബ്ജക്റ്റ്, റൈറ്റ് വെർബ് 1 അല്ലെ? റൈറ്റ്, റോട്ട്, റിട്ടേൺ ആണ് 3 രൂപ. അതിൽ ഒന്നാമത്തെ രൂപമാണ് റൈറ്റ്. ഇവിടെ രസം എന്തിനു കിടക്കുന്നതാ? ഒരു മേമ്പടിക്ക് ആരെങ്കിലും എൻ്റെ
സിമ്പിൾ പ്രസന്റൻസ് കണ്ടവരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. എന്താണ് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് അല്ലേ? ഷീല, ഷീ അല്ലേ? അതുകൊണ്ട് യെസ് വന്നു. ഷീല റൈറ്റ്സ് എ ലെറ്റർ. അതാണ് സബ്ജക്റ്റ് പ്ലസ് വെർബ് 1 പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു സെന്റൻസ് എഴുതി അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഇത് എഴുതി നോക്കുന്നത് അല്ലേ? ഇത് നിങ്ങൾ കുറച്ചാകുമ്പോൾ ഇതൊന്നും നോക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു കുറേ ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മളാ പ്രസന്റ് ടെൻസിൽ തന്നെ 4 രൂപങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ പാസ്റ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും ഏതാണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ 4 ഇനി അടുത്ത് നമുക്ക് ഒരെണ്ണം കൂടെ പഠിക്കാനുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതും കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾ ടെൻസിൻ്റെ പകുതി പഠിച്ചു എന്ന് പറയാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് അല്ലേ? അപ്പോൾ ഇന്ന് പഠിച്ചത് ഒന്നും കൂടെ ഞാൻ പറയാം. പ്രസന്റ് പെർഫെക്റ്റിൽ സബ്ജക്റ്റ് ഹാസ് അല്ലേ? ഹാവ്, വെർബ് 3, ഒബ്ജക്റ്റ്. അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇനി അത് എപ്പോഴൊക്കെ ഉപയോഗിക്കും? പോയിട്ടുണ്ട്, പോയി കഴിഞ്ഞു, വന്നു കഴിഞ്ഞു, വന്നിട്ടുണ്ട്, എഴുതി കഴിഞ്ഞു. ഇങ്ങനെ ഇപ്പോൾ ഇല്ല, ഇപ്പൊ കഴിഞ്ഞു പോയി, അല്ലെ നേരത്തെ എന്നോ കഴിഞ്ഞു പോയി, സമയം എന്ന് പറഞ്ഞുകൂടാ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് പറയേണ്ടത്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കേണ്ട ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാം. ആദ്യം നമ്മൾ ഇരുന്നിട്ടാണല്ലോ നമുക്ക് കാല് നീട്ടേണ്ടത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആദ്യം നമുക്കിത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് ഇതിനകത്ത് ഈ പ്രസന്റ് പെർഫെക്റ്റിന്റെ ഉപയോഗം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമില്ല. അതൊക്കെ നമുക്ക് പിന്നീട് ടെൻസ് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഓരോ സെന്റൻസ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ നിങ്ങൾ ഏതാണ്ടായി. അപ്പോൾ പോയിട്ടുണ്ട്, പോയി കഴിഞ്ഞു, കഴിഞ്ഞു പോയ സമയത്ത് നടന്നത്, കൃത്യസമയം അറിഞ്ഞുകൂടാത്തമായ കാര്യങ്ങളാണ് പ്രസന്റ് പെർഫെക്റ്റിൽ പറയേണ്ടത്. ഇത്രയും അവതരിക്കുക. അപ്പം പിന്നെ ഇങ്ങനെ കണ്ടുപിടിക്കുക അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിക്കാം. എന്നിട്ട് 4 ടെൻസിലെയും സെന്റൻസുകൾ എഴുതിയിട്ട് നമുക്ക് ഇതുപോലെ കുറേ കണ്ടുപിടിക്കാം. അപ്പം ഇങ്ങനെ എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ടെൻസുകളൊക്കെ വളരെ എളുപ്പത്തിൽ വശമാകും. അതുപോലെ ഓരോ സെന്റൻസ് കണ്ടാൽ നിങ്ങൾ ചാടി പറയും ഏത് ടെൻസാ ഇത്, പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ? എന്തുകൊണ്ടാ? അതെ, സബ്ജക്റ്റ് ഹാസ്, ഹാവ്, വെർബ് 3 ഉണ്ട്, ഇത് പ്രസന്റ് പെർഫെക്റ്റ് അല്ലെ? ഈ സാമാറ വെർബ് കൊണ്ട് ING ഉണ്ട്, ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഈ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ആര് ചോദിച്ചാലും നിങ്ങളൊരു സെന്റൻസ് കണ്ടാൽ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഓരോ കാര്യങ്ങൾ ഗ്രഹിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും ഗുഡ് ബൈ.